വിൻഡോ കിച്ചണിലേക്ക് സ്വാഗതം. സദ്യകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട പുളിയിഞ്ചി അഥവാ ഇഞ്ചിമ്പുളി കുടപ്പുളി ഉപയോഗിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി 8 കുടപ്പുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലെ പൾപ്പ് നീക്കം ചെയ്തതിന് ശേഷം കുടപ്പുളി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 3 വിസിൽ വരുന്നവരെ വേവിക്കാം. ആവി പോയി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഈന്തപ്പഴം കുരു കളഞ്ഞത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതും നന്നായി അരച്ചെടുക്കണം. 1/4 കിലോ ഈന്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 6 അച്ച് ശർക്കര ഉരുക്കി പാനി വച്ചതിന് ശേഷം ഇതും അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നീട് ഫ്ലെയിം ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവ മൂത്ത് നല്ല മണം വരുമ്പോൾ അതിലേക്ക് 8 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 8 ടേബിൾ സ്പൂൺ, പച്ചമുളക് 10 ചെറുതായി പൊടിച്ചെടുത്തത്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അടിച്ചു വെച്ച കുടംപുളി ഇതിലേക്ക് ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഈന്തപ്പഴം അരച്ചതും ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായി വറ്റി വരുന്നവരെ ഇതൊക്കെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് മുളകുന്നതിന് ഈ പുളിയിഞ്ചിയുടെ വേറൊരു പ്രത്യേകത. പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. രുചികരമായ കുടംപുളി പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. ഇതൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.